അൻവർ ഒരിക്കലും ജയിക്കുകയില്ല. അൻവർ സെക്കൻഡിലേക്ക് വരും. അഴിമതി ഇല്ലാത്തൊരു ഭരണം കാഴ്ചവെക്കാൻ SDPI കൊണ്ട് സാധിക്കും. ഒന്നുമല്ല, ഒരു നാട്ടിനൊരു എന്തെങ്കിലും മാറ്റം വേണ്ടേ? സ്ഥാനാർത്ഥി നന്നായിട്ട് കാര്യമില്ല. നമുക്കൊന്ന് പാഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ വരാനുള്ള സ്ഥലം ഇവിടെ അല്ലേ, നിലമ്പൂര്. ഞാനൊക്കെ തെരഞ്ഞെടുക്കണ്ടേ. അൻവർ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് UDF ബാധിക്കില്ലേ? അതെന്തായാലും രണ്ടു കൂട്ടർക്കും ബാധിക്കുമോ? എന്തായാലും അൻവറിന് വോട്ടില്ലാക്കൂലല്ലോ. എന്തായാലും ബാവ്ഡിക്കാണ് വിജയം തോന്നുന്നു, അത്രേ പറയാനുള്ളൂ. അതോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ ടെൻഡൻസി സ്വരാജിനായിരിക്കും മുൻതൂക്കം എന്ന് തോന്നുന്നു. സ്വരാജിന് മുൻതൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജിൻ്റെ മിതഭാഷിത്വം, സംസാര ശൈലി, എതിരാളികളെ പോലും ബഹുമാനിക്കുന്നൊരു ശൈലി സ്വരാജിനുണ്ട്. അത് സ്വരാജിൻ്റെ ഒരു മുതൽക്കൂട്ടാവുമെന്നാണ് ഒരു പ്രതീക്ഷ. മറ്റൊന്ന്, അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം UDF ക്ഷീണം വരാൻ സാധ്യതയുണ്ട് കൂടുതലും. കാര്യം അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ പഴയ UDF കാരും 4ാം ഗ്രൂപ്പ് സുധാകരൻ ഗ്രൂപ്പുകാരുമാണ് കൂടുതലുണ്ട്. അവർ ഏകദേശം ഒരു 10-20,000 വോട്ട് സ്കോർ ചെയ്യാൻ കഴിയുമ്പോൾ അത് പോകുന്നത് ഭൂരിപക്ഷവും പോകുന്നത് ഏകദേശം UDF നിന്നായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഈ മണ്ഡലത്തിലൊക്കെ പൊതുവേ ഒരു രീതി അങ്ങനെ കാണുന്നു. ഒരു അൻവറിൻ്റെ കൂടെ ആളുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. അൻവർ ഒരിക്കലും ജയിക്കുകയില്ല. ഇന്നലത്തെ റോഡ് ഷോ ഉണ്ട്, പക്ഷെ അതിൽ മറ്റേ പെട്രോളൊക്കെ അടിച്ചു കൊടുത്ത് പുറത്തുനിന്നൊക്കെ ആളിറക്കി. ഇപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ കാണുന്ന ആൾക്കാരൊന്നും ഈ മണ്ഡലത്തിലുള്ളവരല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ടൊന്നും വോട്ടായി മാറണമെന്നും ആർക്കും വലിയതൊന്നും. പക്ഷേ ഘടകങ്ങൾ ഇത് വരുമ്പോഴുള്ള മാറ്റങ്ങൾ ചില മേഖലകളിലൊക്കെ ഉണ്ട്. മലയോര മേഖലകളിലൊക്കെ അൻവർ സ്വാധീനിക്കാൻ സാധ്യതയുള്ളവർ മേഖലയാണ്. റോഡ് വികസനം അൻവർ MLA ആയിരുന്നപ്പോൾ കുറേ റോഡ് വികസനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാർ ആ ഭാഗത്ത് അൻവറിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 20,000 വോട്ടിൻ്റെ അടുത്ത് അൻവർ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് മലയോര മേഖലയിൽ UDF ക്ഷീണം വരാൻ സാധ്യതയുണ്ട് കൂടുതലായിട്ടാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മലയോര മേഖലയിലുള്ള ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ചർച്ചയാകുന്നില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്ന് തോന്നലുണ്ടോ? തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട കാര്യം, കരിപ്പൂര് സ്വർണം കൊണ്ടുവരും, അത് പിടിച്ചു കഴിഞ്ഞാൽ അതിന് കേരളത്തിലെ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. പോലീസല്ലേ പിടിക്കേണ്ടി. അല്ലാതെ അയാൾ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചിട്ടാണ് മണ്ഡലത്തിൽ വികസനം ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല അയാൾ രാജിവെച്ച്. അയാൾ കണ്ടമാനം വികസനം ഇവിടെ ഗവൺമെൻറ് ഈ 9 വർഷമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വികസനത്തിൻ്റെ പേരിലൊന്നും അല്ല അതിൽ രാജിവെച്ചിരിക്കുന്നത്. അയാളുടെ മുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കക്കാടംപൊയിൽ പാർക്കിലെ കേബിൾ പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രാജിയാണ് അയാൾ. അതൊന്നും നിലമ്പൂരിലെ ജനങ്ങൾക്ക് അയാൾ വരുത്തി വെച്ചൊരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെ തോന്നുന്നുള്ളൂ. നേരിട്ട് അറിയാവുന്ന കാര്യം. അൻവർ വോട്ട് പിടിക്കുകയല്ലേ, അപ്പോൾ അത് UDF ബാധിക്കുകയല്ലേ? അൻവറിൻ്റെ കാര്യം അൻവറിൻ്റെ തീരുമാനങ്ങൾ ബാധിക്കും. അല്ല, 9 വർഷം അൻവർ MLA അല്ലായിരുന്നു ഇവിടെ? ആയിരുന്നു. അപ്പം അൻവറിനും കുറെ ജനസ്വാധീനം ഇല്ലേ? അപ്പോൾ അത് ഇല്ലെന്നും പറയുന്നില്ല, ജനസാധ്യത ഉണ്ട്. ആര്യാട് മുഹമ്മദ് ഇവിടെ 34 വർഷം MLA മന്ത്രിയൊക്കെ ആയിട്ടിരുന്നതാണ്. അൻവർ ഇവിടെ 9 വർഷമായിട്ടിരുന്നതാണ്. ആ ജനപ്രതിനിധി എന്നുള്ള ആരായിരുന്നു മെച്ചം? ആര്യാടൻ മുഹമ്മദ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എനിക്ക് ആര്യാടൻ മുഹമ്മദിനെ നേരിട്ട് അറിയാമായിരുന്നു, അൻവറിനെ നേരിട്ട് അറിയില്ല. അപ്പം ആര്യാട് ഷൗക്കത്ത് ജയിക്കുമെന്നാ പറയുന്നത്? സാധ്യതയുണ്ട്. ആര് ജയിക്കും? ആര്യാട് ഷൗക്കത്ത് ജയിക്കുമോ, അൻവർ ജയിക്കുമോ, സ്വരാജ് ജയിക്കുമോ? നിലവിലെ സാഹചര്യത്തിൽ സ്വരാജ് ജയിക്കണം. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. കാരണം മറ്റ് കക്ഷികൾ ഉണ്ടായത് കാരണം അത് ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ കിട്ടുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അൻവർ പിടിക്കുന്ന വോട്ട് ആരെയായിരിക്കും കൂടുതൽ ബാധിക്കുന്നത്? അത് കൂടുതലും UDF വോട്ടുകളായിരിക്കും അൻവറിന് പോകുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച വോട്ടുകൾ എങ്ങോട്ടും മാറിപ്പോവാറില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. ഈ വികസനങ്ങൾ നിലമ്പൂരിലെ വികസന രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഉപരി ഒരു വികസന ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. വികസനം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ വികസനത്തിന് ഇനിയിപ്പോൾ സമയമില്ല. 6 മാസം കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് അടുത്ത തെരഞ്ഞെടുപ്പിലാണ് അതിൻ്റെ കാര്യങ്ങൾ വരുള്ളൂ.
ഇപ്പോൾ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം റോഡ് വികസനം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളൂ. അത് നോക്കാം ആര് ജയിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളൊക്കെ നടക്കുന്നില്ലേ? അതിപ്പോൾ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന പ്രശ്നം. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമുക്ക് ഒരു ഗവൺമെൻറ് വന്നാലും ഒറ്റയടിക്കാൻ തീരുമാനം എടുക്കേണ്ട കാര്യമല്ല. ഇതൊരു അഖിലേന്ത്യാ തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. വന്യമൃഗം തൊടാൻ പറ്റുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതും കേന്ദ്രമാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ ഈ പറയാം, നമുക്ക് വോട്ടിന് വേണ്ടി പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയമില്ലാത്തപ്പോൾ പറയാമെന്നുള്ള വിഷയങ്ങളുടെ അഭാവത്തിൽ പറയാം. അതിനൊന്നും ഒറ്റയടിക്കൊരു തീരുമാനം ആരും ജയിച്ചാലും ഉണ്ടാവില്ല. അതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വന്യമൃഗങ്ങളെ നമ്മൾ പരമാവധി നാട്ടിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ തടസ്സം സൃഷ്ടിക്കുക, അതിൻ്റെ ഉപാധികൾ കണ്ടെത്തുക, അത്രേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ ചെയ്യാവുള്ളൂ. ഈ 9 വർഷത്തെ അൻവറിന്റെ പ്രവർത്തനങ്ങളെ പറ്റി വിലയിരുത്തിയാൽ എന്താ പറയുന്നത്? അൻവർ ഒരു ഇടതുപക്ഷ MLA ആയിരുന്നു. അതിൻ്റെതായ ഗവൺമെൻറ് ഒരു ഭരണപക്ഷത്തെ MLA-കളിലേക്ക് എല്ലാവിധ സപ്പോർട്ടും അൻവർ കിട്ടിയിട്ടുണ്ട്. അത് കാരണം നമുക്ക് ബൈപ്പാസിൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റി. അതൊക്കെ തുടങ്ങി എന്നുള്ളതാണ്, പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ പ്രവർത്തനമൊന്നും ഇപ്പോൾ ഇതുവരെ ഒരു ഇടതുപക്ഷ MLA എന്നുള്ള നിലയ്ക്ക് മൂപ്പര് അതിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ എന്തുകൊണ്ട് മൂപ്പര് ഇങ്ങനെ പെട്ടെന്നൊരു മനോഭാവം മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചർച്ച ചെയ്യേണ്ടത്. അൻവർ എത്ര വോട്ട് കിട്ടും? അൻവർ 10,000 10,000 അതിനപ്പുറം പോകില്ല, ചാൻസ് കുറവാണ്. അൻവർ ആര്യാട് സൗഖ്യത്തിൽ ജയിക്കാനാണ് സാധ്യത. എൻ്റെ ആര്യാട് സൗഖ്യത്തിൽ ജയിക്കുന്നില്ലാണ് നമ്മളെ പ്രതീക്ഷ. ആര്യാട് സൗഖ്യം ജയിക്കുന്ന അൻവർ പിടിക്കുന്ന വോട്ട് അത് കുറച്ചൊക്കെ കിട്ടിക്കൂടായില്ല. അത് ആരെയായിരിക്കും ബാധിക്കുന്നത്? സ്വരാജിനെ ആയിരിക്കുമോ ആര്യാട് സൗഖ്യത്തിൽ? അങ്ങനെ പറയാം, നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ പ്രവാസിയിൽ അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ അറിയില്ല. വോട്ട് കിട്ടും. നമ്മളെ കൊടുക്കാം. ആരെയായിരിക്കും ഇവിടെ ഇപ്പോൾ പിന്നെ ശക്തമറ്റ പോരാട്ടം 3 കൂട്ടരും. എന്നാലും ആർക്കായിരിക്കും വോട്ട്? പറയാൻ പറ്റില്ല. ഇല്ല, അൻവറുണ്ട്, ആര്യാട് ഷൗക്കത്ത്. അതിനിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ഇനി കുറച്ചൊരു സൗഖ്യത്തിനാണ്. സൗഖ്യത്തിന് എന്താ പറയുന്നത്? തീർച്ചയായിട്ടും നല്ല പോരാട്ടമാണ് 3 മുന്നണിയിലും. ആര്യാട് സൗഖ്യത്തിൽ അൻവർ വോട്ട് പിടിക്കില്ലേ? അൻവർ സെക്കൻഡിലേക്ക് വരും. സെക്കൻഡ് സ്ഥാനത്ത് വരും. അൻവർ പിടിക്കുന്ന വോട്ട് ആരെയായിരിക്കും കൂടുതൽ? അൻവർ CPI-ന്റെ വോട്ടാവും പിടിക്കുക. CPM-ന്റെ വോട്ടായിരിക്കും. CPI-ന്റെ. അൻവർ MLA എന്നുള്ള നിലയിൽ 9 വർഷത്തെ പ്രവർത്തനങ്ങളെ പറ്റി വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്? അൻവർ അങ്ങനെ എല്ലാ തിരക്കടൊന്നുമില്ല, എന്നാലും അതിലുപരി ആര്യാട് സൗഖ്യത്താവും. ആര്യാട് സൗഖ്യത്താണ്. ഒരു അഭിപ്രായം. തെരഞ്ഞെടുപ്പാണ്, എങ്ങനെയാ? ആര് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്, നമുക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ. വോട്ടില്ലേ? ഞങ്ങൾക്കില്ല. ഇല്ല, വോട്ടുണ്ടല്ലോ. ആര് ജയിക്കുന്നോ? ആര്യാട് സൗഖ്യം. അതങ്ങനെ പറയാൻ കാരണം വിശ്വാസം കൊണ്ട്. ആര്യാട് സൗഖ്യത്തിനകത്ത് അതിപ്പോ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ കണ്ടുവെച്ച് നോക്കുമ്പോ 3 ഇതിലും നല്ല പോരാട്ടം വരുന്നുണ്ട്. അപ്പൊ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി കണ്ടറിയാൻ എന്തായാലും 23-ാം തീയതി റിസൾട്ട് വരുമ്പോ അറിയാം ആര് ജയിക്കും ആര് തോക്കുന്നത്. ഇവരിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിട്ട് ആരാ തോന്നുന്നത്? അതിപ്പോ അതൊക്കെ വലിയ പിടുത്തം പറയാൻ പറ്റില്ല. ആരാവുന്ന് അറിയില്ല. കണ്ടു തന്നെ അറിയാം ആരാവും നല്ലതെന്ന്. ആര്യാട് ഷൗക്കത്ത് ജയിക്കുമോ? അൻവർ ജയിക്കുമോ? അതുപോലെ സ്വരാജ് 100% ആര്യാടൻ സൗഖ്യത്തിൽ. എന്താ അങ്ങനെ പറയാൻ? നിലമ്പൂർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലമല്ലേ. അതിൽ രണ്ടാമതൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല. അൻവർ ജയിച്ച സമയത്ത് കൃത്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. എല്ലാ കാലത്തും അത് സംഭവിച്ചോളണമെന്നില്ലല്ലോ. അൻവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം തന്നെ CPM വിരുദ്ധ രാഷ്ട്രീയമാണ്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും CPM വിരുദ്ധ രാഷ്ട്രീയമാണ്. അല്ല, അൻവറിന്റെ 9 വർഷത്തെ MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി വിലയിരുത്തുമ്പോൾ എന്താണ് പറയാൻ? 9 വർഷത്തെ രാഷ്ട്രീയ അൻവറിന്റെ MLA കാലത്തിന്റെ വിലയിരുത്തലാണല്ലോ. അവസാന കാലം അൻവർ MLA സ്ഥാനം രാജിവെച്ച് പിന്നെ CPM വിരുദ്ധ രാഷ്ട്രീയവുമായി മുന്നോട്ട് വരാനുള്ള കാരണം തന്നെ 9 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലാണ്. അഥവാ മാർക്സിസ്റ്റ് വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, പിണറായി വിരുദ്ധ സമീപനം. അത് തന്നെയാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. ഒരുപക്ഷെ പിന്നെ അൻവർ അധികാര രാഷ്ട്രീയവും സാഹചര്യത്തിന് വശംവദനായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ട്രാപ്പിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ഏകദേശം തത്തുല്യമായ രാഷ്ട്രീയമാണ്. സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ ഒരുപാട് കഴിവുകളും സംഭവങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയവും നിലപാടുകളൊക്കെ നോക്കുന്ന സമയത്ത് നിലമ്പൂരിലെ രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയത്തിനൊക്കെ
സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അപ്രസക്തമാണെന്ന് തന്നെയാണ് നമ്മൾ കാഴ്ചപ്പാട്. അപ്പം ഒരു തർക്കവും ഇല്ല. ഇല്ല. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എത്ര കൂട്ടുക? അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അൻവർ ഇവിടെ MLA സമയത്ത് മൂപ്പര് ഇവിടുത്തെ MLA സ്ഥാനം ആ ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു ഇതിന് ഇത് കാണിക്കാതെ മൂപ്പര് പുറത്ത് പോയിട്ട് ഗോൾഡിൻ്റെ പരിപാടിയും ബാക്കിയുള്ളവർ പുറത്ത് പോയ ആളാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ മൂപ്പര് അതുമായിട്ട് പോയ ആളാണ്. റോഡ് ഷോയിൽ പുറത്തുനിന്ന് ആൾ വന്നിട്ട് ആർക്കും എന്താ ചെയ്തുകൂടാത്ത റോഡ് ഷോ ഇപ്പം ഇന്നലെ പിന്നെ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ പ്രിയങ്ക ഗാന്ധിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ 10 ഇരട്ടി ആളുകളുണ്ടല്ലോ. റോഡ് ഷോയിൽ എവിടെന്നെങ്കിലും വരുന്ന ആളുകളാണല്ലോ, അതൊരിക്കലും വോട്ടാവില്ല. എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഞാനിവിടെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. എന്നാൽ ഇവിടെ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? പ്രത്യേക രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഐക്യരാജ്യത്തിൻ്റെ ആളാകൊണ്ടേ ലീഗ് പോലൊക്കെ ഒരുമിച്ചല്ലേ, അതുകൊണ്ട് എന്തായാലും തോക്കത്തേക്കാൻ സാധ്യത. അനവർ 9 കൊല്ലം ഇങ്ങനെ നടന്നിട്ട് ഇപ്പം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അതിന് രാജ്യം ചോണ്ടാക്കിയ വലിയും വണ്ടി അപ്പോൾ അനവറിന് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ കുറച്ച് വോട്ട് പിടിക്കും. മോനെ അകമ്പാട അവിടെ ഇവിടെയൊക്കെ കുറച്ച് വോട്ട് ഇല്ലല്ലേ, അതും പിടിക്കും. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ക്ഷീണം വരും. അപ്പൊ സുഖത്തിന്റെ വോട്ട് കുറച്ച് വോട്ടല്ല. എന്താ തുന്നൻ്റെ ആകുമ്പോൾ ലീഗിൻ്റെ ഒന്നും പോവില്ല. ഇവലത്താണ് അനവർ വലിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിന്റെ വോട്ട് അനവർ കുറച്ച് വലിച്ചു. അതിനോട് കൂടെ കാര്യം അവരാണ്. തെരഞ്ഞെടുപ്പ് ആര്യാടെ ഷൗക്കത്ത് ജയിക്കുമോ, അൻവർ ജയിക്കുമോ? SDPI ജയിക്കും. CPM സ്വരാജ് SDPI ജയിക്കും. അത് അങ്ങനെ പറയാൻ കാരണം ഇവിടുത്തെ നിലവിലുള്ള ആളുകൾ ഈ ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിച്ചൊരു ഉപതെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ ഇവ വികസനം എന്ന് പറയാനല്ലാതെ ഇവിടുത്തെ വികസനങ്ങളെന്ന് നോക്കിയാൽ CNG റോട്ടിലുണ്ടായിരുന്ന ഒരു വലിയ കൊട്ടിഘോഷിക്കുന്ന ഒരു വികസനമാണ്. ഇവിടെ നിന്നാണ് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളക്കെട്ടാണ്. ഈ റോഡ് മാത്രമുള്ള നല്ലതായിട്ടുള്ളത്. പിന്നെ പറയുന്ന ഒരു സൗകര്യമില്ല, ആശുപത്രി ഇല്ല, വനജീവി ശല്യം, അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇന്നേ വരെ എല്ലാവരും മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. പിന്നെ ജനങ്ങളുടെ മേലെ ഇങ്ങനെ പറയാന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ജനങ്ങൾക്കൊരു ഉപകാരം ചെയ്യാത്ത, ഒരു വികസനം കൊണ്ടുവരാത്ത, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. അധികാരത്തിൽ വന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക. അതിന് ന്യായമായും അഴിമതി ഇല്ലാത്തൊരു ഭരണം കാഴ്ചവെക്കാൻ SDPIനെ കൊണ്ട് സാധിക്കുമല്ലോ. പിന്നെ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ, അത് ഇലക്ഷൻ്റെ കാര്യം കൊണ്ട് അങ്ങനെ ഒരിടത്തൊരു ചാഞ്ഞു, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു കാരണമല്ല. ഏത് ഇഷ്ടം പോലെ ആരില്ലാതെ ഒരിക്കലും ഇല്ല. രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഇവിടെ സ്വരാജിനാണ് സാധ്യത ജാസ്തി കാണുന്നത്. എന്താ അങ്ങനെ പറയാൻ? സ്വരാജിന് ജാസ്തി സാധ്യത എന്ന് പറഞ്ഞാൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം ബഹുഭൂരിഭാഗ കാലവും MLA ആയിട്ടോ മന്ത്രിയായിട്ടോ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിന്ന ആളാണ് ആര്യാടൻ മുഹമ്മദ് എന്ന കുഞ്ഞാക്ക. അദ്ദേഹത്തിൻ്റെ കാലത്ത് നടപ്പിലാക്കാത്ത പല കാര്യങ്ങളും, വികസനപരമായുള്ള കാര്യങ്ങൾ നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് നടന്നിട്ടുണ്ട്. 1. 2, അദ്ദേഹം പ്രതിപക്ഷത്തായിരിക്കുന്ന അവസരത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ പല ഇതിലായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള വികസന കാര്യങ്ങൾ തന്നെ. പാലങ്ങൾ, ഇവിടെ ചാലിയാർ പുഴയ്ക്ക് പാലം വന്നത് പിന്നെ TK ഹംസ MLA ആയി നിൽക്കുന്ന അവസരത്തിലാണ് വന്നിട്ടുള്ളത്. അത് ഒരു ആദ്യ ഘട്ടം എന്നുള്ളത്. അതേമാതിരി ചുറ്റുപാട് നടക്കുന്ന ഓരോരോ റോഡ്, ഈ റോഡിൻ്റെ കാര്യം തന്നെ എത്രയോ അനവധി കാലങ്ങളായിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടേ ഉള്ളൂ. പോരാ, എന്നാലും പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തിയത് UDF ആണ്. പക്ഷെ ഒരു ബോർഡുമേൽ മാത്രം നിന്നു. അത് വികസനം ജില്ല താലൂക്ക് എന്നുള്ളത് മാറ്റിയിട്ട് ജില്ലാ ആശുപത്രി എന്ന് വെച്ചോ, അല്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇതാക്കിയിരുന്നില്ല. ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കാർഡിയാക്ക് ഒരു ICU ഇല്ലാത്ത ബുദ്ധിമുട്ട് കാര്യങ്ങൾ അതിൻ്റെ ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളൊക്കെ മാറ്റി, പിന്നെ CHC PHC ഒക്കെ എല്ലായിടത്തും കാര്യക്ഷമമായി എല്ലായിടത്തും ഡോക്ടർ കാര്യങ്ങൾ, ഏർപ്പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം തന്നെ ആ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ്.
അറിയില്ല, നമുക്കറിയില്ലല്ലോ. ചേച്ചി വോട്ട് ചെയ്യാനൊക്കെ പോവോ? നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല, നമുക്ക് എല്ലാവരും വോട്ട് ചെയ്യല്ലോ അല്ലേ? മഴയത്തൊക്കെ വോട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ എത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.